നമസ്കാരം. നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പിൽ പ്രബോധനായത് അതിന്റെ ലേഖനം കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണെന്നറിയാം നിങ്ങൾക്ക്? ദീപുവിന് ബൈക്ക് ഉണ്ട് എന്ന് എനിക്കറിയാം. കാറുണ്ടല്ലോ, ഉണ്ട്. ദീപുവിന് കാറുണ്ട്, ബൈക്കുണ്ട്. ഇവിടെ ബൈക്ക് ഉള്ളവരുണ്ടാവും, ലോറി ഉള്ളവരുണ്ടാവും. ലോറി ഓണേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ടാവും. കാശ്മീരി ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ അറിയോ? ഞാൻ വായിക്കാം. ഇത് ദേശാഭിമാനിയല്ല, പ്രബോധനം. തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. ഇതിന് പുറമെ അള്ളാ ടൈഗേഴ്സ് എന്നൊരു സംഘത്തിനും ജമാഅത്ത് രൂപം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിളും കാറും സ്വന്തമായിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തം 2 തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഹിസ്ബുൽ മുജാഹിദീൻ, രണ്ടാമത്തെ പേരെന്താണ്? അള്ളാ ടൈഗേഴ്സ്. അവിടെ കഴിഞ്ഞില്ല, ലോറി ഓണേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ്. എങ്ങനെയാണ്? വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. നാസർ കൊളായി അല്ല പറയുന്നത്, പ്രബോധനം. കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായോ? ലീഗിന് മനസ്സിലായോ? ഇന്ത്യയുടെ മണ്ണിൽ പഹൽഗാമിൽ ഈ അടുത്ത് 23 ഇന്ത്യക്കാരെ വെടിവെച്ച് വന്നതാരാ? ജമാഅത്തെ ഇസ്ലാമി. എന്തേ ഞാൻ അങ്ങനെ പറയാൻ? ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, കാശ്മീരിലെ സകല തീവ്രവാദികളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഞങ്ങളുടെ പങ്ക് നിർണായകമാണ്. എങ്ങനെയുണ്ട് PD സതീശ ജമാഅത്തെ ഇസ്ലാമി? എങ്ങനെയുണ്ട് നിങ്ങൾ പറ. എന്നിട്ട് പറയാണ് ജമാഅത്തെ ഇസ്ലാമി മുന്തിയ ചരക്കാണ്. അടുത്തത്, സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസംഗം വൈറലായി മാറിയിരിക്കുകയാണ്. മറ്റാരുടെയുമല്ല, ഇടതുപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള നാസർ കോലായിയുടെ പ്രസംഗമാണ്. നാസർ കോലായി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാഷ്ട്രീയമായി പലർക്കും അദ്ദേഹത്തോട് വിയോജിപ്പൊക്കെ തോന്നാം. പക്ഷേ ഈ പ്രസംഗത്തിൽ കഴമ്പുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രബോധനമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UDFനെ അധികാരത്തിൽ കയറ്റുവാൻ വേണ്ടിയിട്ട് രാവെന്നോ പകലെന്നോ നോക്കാതെ അധ്വാനിച്ച ജമാഅത്തെ ഇസ്ലാമി. SDP-ക്കാരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന് ശ്രമം നടത്തിയത്. അപ്പോൾ നാസർ കോലായി പറയുന്നത് ഇതാണ്: ഏത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ് VD സതീശൻ പറഞ്ഞത്? ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണെങ്കിൽ അവരുടെ ഒരു പ്രബോധനമുണ്ട്. ആ പ്രബോധനം കേൾക്കുക. താഴ്വരയിലെ, അതായത് ജമ്മു കാശ്മീർ താഴ്വരയിലെ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കാശ്മീരിൽ വലിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഹിസ്ബുൾ മുജാഹിദിനുമായിട്ടും അള്ളാ ടൈഗർ എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുമായി ചേർന്നുകൊണ്ട് ശക്തമായി പ്രവർത്തനം നടത്തുകയാണ്. തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഏകോപനവും നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് വളരെയധികം നിർണായകമാണ് എന്നതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ താഴ്വരയിൽ, ജമ്മു കാശ്മീർ താഴ്വരയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ അവരെ വിശ്വസിച്ചിരിക്കുകയാണ് VD സതീശൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. ചില ചോദ്യമൊക്കെ ആദ്യം നാസർ കോലായി ഇതിനോടകം തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ, സദസ്സിൽ തന്നെ ഉണ്ടായിരുന്ന, വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന ചില വ്യക്തികളോട്, ദീപു എന്ന് പറയുന്ന ഒരാളോട് പേരെടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, ദീപുവിന് വീട്ടിൽ ബൈക്കുണ്ടോ, കാറുണ്ടോ? ദീപ് പറയുന്നുണ്ട് ബൈക്കുമുണ്ട്, കാറുമുണ്ട്. ചിലരോട് ലോറി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് ജമ്മു കാശ്മീരിൽ കാറുമുണ്ട്, ബൈക്കുമുണ്ട്. കാരണം അവർക്ക് ഹിസ്ബുൾ മുജാഹിദിനുമുണ്ട്, അള്ളാ ടൈഗർ എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുമുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഏകോപനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ സംഘടനകളുമായും ചേർന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലോറി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ വിവിധ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഭീകരവാദ പ്രവർത്തനവും നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണക്കറ്റ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ കളിയാക്കുന്നുണ്ട്. ആ കളിയാക്കിയതിന് ശേഷം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ, നേരത്തെ VD സതീശൻ പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം നടത്തുന്ന പ്രസംഗമാണ് ഇപ്പോൾ വല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കുന്നു. അതായത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സത്യം പറയാൻ തയ്യാറായിരിക്കുന്നു. നേരത്തെ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടിയത് ഇവരായിരുന്നു. PDP ഭീകരവാദിയായ മദിനിയെ എണീറ്റ് നിന്ന്, അതായത് VS അച്യുതാനന്ദനും മദിനിയും
പിണറായി വിജയനും ഒരു വേദിയിലുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് മാദിനി സ്റ്റേജിലേക്ക് വരുമ്പോൾ എണീറ്റ് നിന്നുകൊണ്ട് വളരെ ഒരു ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുന്ന പിണറായി വിജയനെ കേരളം കണ്ടിട്ടുണ്ട്. മാദിനി നടത്തിയ ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നും കേരളത്തിൽ ആരും തന്നെ മറന്നിട്ടില്ല. അത് UDFും അത്തരത്തിൽ ഇതിനെ പിന്തുണയ്ക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. UDFും അന്നേ തന്നെ മുൻപന്തിയിലുണ്ട്. കാരണം മാദിനിക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കിയപ്പോൾ ഒരു എതിർപ്പും കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടായില്ല. ഇന്നിനിപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. കാരണം അത്തരത്തിലുള്ള ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും തന്നെ ഇവർ നടത്തിയാൽ ഇവർക്കെതിരെ പോരാടുവാൻ വേണ്ടിയിട്ട് 3 NDA സ്ഥാനാർത്ഥികളാണ്, 3 NDA MLAമാരാണ് ഇപ്പോൾ നിയമസഭയിലുള്ളത്. വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും വി ഗോപകുമാർ, അങ്ങനെ 3 പേർ, 3 പുലിക്കുട്ടികൾ ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിലുണ്ട്. അത് വരുംകാലത്ത് കൂടുതൽ MLAമാരെ സംഭാവന ചെയ്യും. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക് തന്നെ അതിന് അത്തരത്തിലൊരു എതിരഭിപ്രായമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലാണ് TK ഹംസ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാവ് പറഞ്ഞത്, നാളെ NDA തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരാം. ഇനി UDFിൻ്റെ നേതാവായിട്ടുള്ള G സുധാകരൻ ഒരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞതാണ്, നാളെ കേരളത്തിലും ഇന്ത്യ മുന്നണി വരും. അതിനെ നമ്മൾ എങ്ങനെയാണ് എതിർക്കുവാൻ കഴിയുക? കേരളത്തിലും അവർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും തന്നെ വ്യക്തതയുണ്ട്. അത് ഈ 3 ഇനി അങ്ങോട്ട് 141 മാറും എന്ന് ഇവർക്കെല്ലാവർക്കും തന്നെ ധാരണയുണ്ട്. ആ തരത്തിലാണ് കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യം മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ഭീകരവാദികളെ മുൻനിർത്തിക്കൊണ്ട് ഭരിച്ചാൽ പശ്ചിമ ബംഗാളിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ കേരളവും എത്തിച്ചേരും. കാരണം അവിടെ ഭീകരവാദികൾക്ക് തലചൊറിഞ്ഞു കൊടുക്കുവാനും പുറം ചൊറിഞ്ഞു കൊടുക്കുവാനും തയ്യാറായതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ ഒന്നടങ്കം അവരെ വലിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് എറിഞ്ഞത്. എന്തായാലും അത്തരത്തിലുള്ളൊരവസ്ഥ തന്നെ കേരളത്തിൽ വരുമെന്നുള്ള സാഹചര്യം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രീതിയിൽ കൂടിയാണ് കേരളം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം ഇവിടെ മാന്യനാകണമോ ഭീകരവാദിയാകണമോ എന്ന് സ്വയം ജനങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മാറ്റി വോട്ട് ചെയ്തേ മതിയാകുകയുള്ളൂ. ഈ 3 പേര് ഇനി അങ്ങനെ 141 മാറും എന്നുള്ള കാര്യം ഉറപ്പായി. അത്തരത്തിൽ UDF പല ഭീകരവാദ സംഘടനകളെയും തീറ്റിപ്പോറ്റി, UDF മാത്രമല്ല LDFും പല ഭീകരവാദ സംഘടനകളെയും തീറ്റിപ്പോറ്റിക്കൊണ്ടാണ് അധികാരത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നത്. പലർക്കും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. ഇവരെ എതിർക്കുന്ന ആൾക്കാരെ കോൺഗ്രസ് തന്നെ തള്ളിക്കളയുന്ന രംഗമുണ്ട്. അതാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചത് എന്നതാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്ന വിമർശനം. അതായത് കോഴിക്കോട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. CK ഗോവിന്ദൻ നായർ 2-3 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നതിനെ CK ഗോവിന്ദൻ നായർ എതിർത്തിരുന്നു. CK ഗോവിന്ദൻ നായർ അന്ന് പറഞ്ഞ, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള CK ഗോവിന്ദൻ നായർ അന്ന് പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത്, നാളെ മുസ്ലിം ലീഗ് വീണ്ടും കൂടുതൽ സീറ്റ് ചോദിക്കുവാനും പുതിയ അധികാരാവകാശങ്ങൾ ചോദിക്കുവാനും ഒക്കെ തയ്യാറാകും. അത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് UDF അന്ന് നിർബന്ധിതമാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ശരിയാണ് എന്നും വർഗീയവാദ സംഘടനകളുമായി ബന്ധപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് വേണം ബന്ധപ്പെടേണ്ടതെന്ന് കോഴിക്കോട് രമേശ് ചെന്നിത്തല തന്നെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏറെക്കുറെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ന് കൂടുതൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ്. കാരണം ഇന്നിപ്പോൾ ലീഗിന് 6 മന്ത്രിമാർ കിട്ടാനാണ് സാധ്യത എന്നതാണ്. അതായത് 5 വകുപ്പുകളും 6 മന്ത്രിമാരും ഉണ്ടാകുവാനാണ് സാധ്യത എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഈ തരത്തിൽ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയ ദാരുണമായിട്ടുള്ള പല സംഭവങ്ങളുമാണ്. എന്തായാലും ഇതൊക്കെയും കേരളം ജാഗ്രതയോടുകൂടി കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ കേരളം ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യത്തോടു കൂടി അവരെ പിന്തുണയ്ക്കുന്ന തരത്തിലാകണം. എന്നാൽ മറ്റെന്തെങ്കിലും സ്ഥാപിത താത്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും അജണ്ടകൾ നടപ്പിലാക്കുവാൻ, ഏതെങ്കിലും മതങ്ങളുടെ അജണ്ട നടപ്പിലാക്കുവാൻ ശ്രമം നടത്തിയാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മത നിയമങ്ങൾ കൊണ്ടുവരുവാനുള്ള അജണ്ടകൾ നടപ്പിലാക്കുവാൻ ഭരണ സംവിധാനങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. ഇത് കുറേ കാലം കൊണ്ട് കേരളം കണ്ടതാണ്. മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഗാന്ധിയായ കേളപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കൊച്ചു പാകിസ്ഥാൻ്റെ ഉദ്ഭവമാണ് അവിടെ തുടങ്ങുന്നതെന്ന്. അത് പിന്നീട് വന്ന കേരളം അത് തീർച്ചയായിട്ടും വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയുണ്ടായി. പക്ഷേ അതിൽ നിന്ന് മോചിക്കപ്പെടുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്, അതിൽ നിന്ന് മാറുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് മലപ്പുറമല്ല മറ്റൊരു ജില്ല, മറ്റ് 2 ജില്ലകൾ രൂപീകരിക്കുവാനാണ്, മലപ്പുറം ജില്ലയെ വിഭജിക്കുവാനും അതോടൊപ്പം തന്നെ എറണാകുളത്തിൽ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു ജില്ല രൂപീകരിക്കുവാനും വേണ്ടിയിട്ട് അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ
കാലം കഴിയുമ്പോഴും മതത്തിന് വേണ്ടി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ആവശ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ മാപ്പിള ലഹളയുടെ സമയത്ത് അതിനുശേഷവും എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമെന്ന് കേരളം കണ്ടതാണ്, ഭാരതം കണ്ടതാണ്. അത് അതേപടി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെളിവാകേണ്ടിയിരിക്കുന്നു. കേരളം വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ കൂടെ കൂട്ടിക്കൊണ്ട് UDF അധികാരത്തിൽ തുടർന്ന UDF മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ കേരളം അതിനെ എതിർക്കണം. എതിർത്തില്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ ഇരകളായി മാറും നമ്മൾ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.